1-2 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തരക്കേടില്ലാത്തൊരു ഡിസൈനർ ആവാം. ഒരു പ്രോ ഡിസൈനർ ആവണമെങ്കിലോ ഇനിയും സമയമെടുക്കും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഡിസൈനറായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ അടുത്ത് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിരുന്നു. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഒരു ഡിസൈനർ വീട്ടിലിരുന്ന് മാസം 3 മുതൽ 13 ലക്ഷം വരെ ഏൺ ചെയ്യുന്ന ഒരു വാർത്ത. പുള്ളി സെർവ് ചെയ്യുന്നത് പുറത്തുള്ള ക്ലയൻസിനെയാണ്. മണി കൺവേർട്ട് ആയി വരുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കും സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കരിയറിന്റെ ഒരു അവസരമാണ്. ടൂൾസ് ഉപയോഗിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു സൊല്യൂഷൻ പ്രൊവൈഡറിലേക്ക് മാറാൻ പറ്റിയാൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡിസൈനറെ ഒരു ഐക്കും റീപ്ലേസ് ചെയ്യാനും പറ്റില്ല. ഇനി അടുത്തൊരു കാര്യം ഉണ്ടാവുക, ഓക്കെ കരിയറിൽ സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റിയില്ലെങ്കിലോ എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യം തന്നെ നല്ലൊരു പഠനം നടത്താം, സെൽഫായിട്ട് തന്നെ. അതുകൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കരിയർ അഡ്വൈസ് നമുക്ക് സ്വീകരിക്കാം, ഈ മേഖലയിലുള്ള ആരെടുത്തുന്നെങ്കിലും. എന്നിട്ടും ഡൗട്ട് ആണെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക, ഇത് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ കോൺഫിഡന്റ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ പണി നോക്കി പോവുക. പക്ഷെ ഇത്രയും കാലം ഇതിന്റെ പുറകെ പോയി പഠിച്ചെടുത്ത ഒരു ചെറിയ സ്കിൽ സെറ്റ് എങ്കിലും ഉണ്ടാവും. അതൊരിക്കലും നഷ്ടാവില്ല. ഏത് കരിയറിൽ പോയാലും അവിടേക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും.